ഈ രണ്ട് വസ്തുക്കളും യഥാർത്ഥത്തിൽ നാശത്തിന്റെ കാരണങ്ങളല്ലല്ലോ. ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ, ഖുർആനിന്റെ പരാജയത്തിന് വേണ്ടിയല്ല തങ്ങൾക്ക് അവതരിപ്പിച്ചു തന്നത് എന്നല്ല ഖുർആൻ പറഞ്ഞത്. പിന്നെ എങ്ങനെയാണ് ഖുർആൻ നാശത്തിന്റെ കാരണമാകുന്നത്? പിന്നെ പാല് ഒരു നിലക്കും അത് മനുഷ്യന്റെ നാശത്തിന്റെ കാരണമല്ല. സ്വഹാബത്ത് ചോദിച്ചു, മൽ കിതാബു വമൽ ലബൻ, നബി എന്താണ് ഈ കിതാബ്, എന്താണ് പാല്? പ്രവാചകൻ പറഞ്ഞു, ഖുർആൻ യുഅവ്വിലൂനഹാ അലാ ഗൈരി മാ അൻസലല്ലാഹ്, അല്ലാഹു അവതരിപ്പിച്ച രൂപത്തിലല്ലാതെ അവർ ഖുർആനിനെ വ്യാഖ്യാനിക്കും. യതഅല്ലമുൽ മുനാഫിഖൂന ലിയുജാദിലു ബിഹിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളോട് തർക്കിക്കാൻ വേണ്ടിയിട്ട് അവർ ഖുർആൻ പഠിക്കും. ഇപ്പോഴത്തെ ഒരു അവസ്ഥ നമ്മൾ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളാരും കൂടുതൽ ഖുർആനെ കുറിച്ച് ആയത്തിൽ ഇരുന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നില്ല. നമുക്ക് ആവശ്യമുള്ള ഒരു ആയത്ത്, നമുക്ക് ആവശ്യമുള്ള ഒരു ഹദീസ്, അതിന്റെ ചില വ്യാഖ്യാനങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ നോക്കുക. എന്നാൽ ഇന്ന് ഖുർആനിനെ ഇരുന്നിട്ട് അതിന്റെ ഏറ്റവും ആഴങ്ങളിലേക്ക് ഇറങ്ങി പഠിക്കുന്നത് ആരാ? ലിയുജാദിലു ബിഹിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളോട് തർക്കിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ യുക്തിവാദികളും അതുപോലെ തന്നെ അതുപോലെയുള്ള കുറെ പുരോഗമനവാദികളൊക്കെ ഖുർത്തുബിയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അല്ലെ റാസിയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോ ഇവര് സത്യത്തിൽ ഇത് കണ്ടവരല്ല. പല പരിഭാഷകളും മറ്റും നോക്കിയിട്ട് എങ്ങനെയാണോ ഇസ്ലാമിനെ, ഖുർആനിനെ വിമർശിക്കാൻ പറ്റുക അതിനു വേണ്ടി ശ്രമിക്കാണ്. പി ആരിഫ് ഹുസൈനും ലിയാഖത്ത് അലിയും ജബ്ബാറും മറ്റേ ജാമിദിയും ഇവരൊക്കെ ഖുർആനിനെ ഇങ്ങനെ പഠിക്കുന്നതിന് വിമർശിക്കാൻ വേണ്ടി പഠിക്കുകയാണ്. അതേപോലെ ഖുർആനെ വളരെ വ്യക്തമായി ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളെ ദുർവ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം ഹദീസും അതുപോലെ തന്നെ അസറും മഹാന്മാരുടെ വാക്കുകളൊന്നും തിരിച്ചറിയാതെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, അവസാനിപ്പിക്കുകയാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു സംഭവം കാണും. ഒരു കുരങ്ങ്, കുറച്ച് കുരങ്ങുകള്, ആ കുരങ്ങുകളുടെ കൂട്ടത്തില് പിന്നെ ഒരു കുരങ്ങ് ഇങ്ങനെ മറ്റൊരു കുരങ്ങിന്റെ കയ്യുമൊക്കെ തലയും വെച്ചിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. സാധാരണ ഒരാളെ കൈ തലക്കായിട്ട് ഇങ്ങനെ വെച്ചിക്ക, വേറെ കുരങ്ങ വെച്ചിക്ക. അതിന് പിന്നെ കൈ ഇങ്ങനെ നീട്ടി വെച്ച കുരങ്ങിനെ വേറെ ചെറിയ കുരങ്ങ് വന്നിട്ട് ഇങ്ങനെ കുത്തിയപ്പോ വല്ല നീച്ചു കുറച്ചാൾ പോയി. ഈ തോണ്ടിക്കൊണ്ടായ കുരങ്ങും ഇതും തമ്മിൽ ബന്ധപ്പെട്ടു. തിരിച്ച് വെല്ല വന്ന് തന്റെ കൈ മറ്റേ തന്റെ ഇടക്കുരങ്ങിന്റെ അവിടെ തന്നെ വെക്കാൻ വേണ്ടി വെച്ചപ്പോ പെട്ടെന്ന് എഴുന്നേറ്റു, ഉണർന്നു. ആ കുരങ്ങ് വാസനിച്ചു നോക്കി, ശബ്ദം ഉണ്ടാക്കി. എല്ലാ കുരങ്ങാളും കൂടെ പിന്നെ കൂടി ഈ കുരങ്ങിനെ വിളിച്ചു കൊണ്ടുപോയ ആൺകുരങ്ങിനെയും പിന്നെ ഇവിടുന്ന് എഴുന്നേറ്റ് പോയ പെൺകുരങ്ങിനെയും കുയ്യുണ്ടാക്കിയിട്ട് എറിഞ്ഞു കൊന്നു എന്ന് പറഞ്ഞ ഒരു സംഭവം. കുരങ്ങാള് വ്യഭിചരിച്ചാൽ ഹദ്ദുണ്ടോ? ഇല്ലല്ലോ. പിന്നെ ബാക്കിയുള്ള കുരങ്ങാളൊക്കെ പിന്നെ നിക്കാഹ് കഴിച്ചിട്ടാ? അല്ലല്ലോ. അപ്പൊ ഇങ്ങനത്തെ ഒരു സംഭവം എന്തിനാണ് എന്ന് പറഞ്ഞ ഇതുപോലെ നമ്മളാരും ശ്രദ്ധിക്കണം. ഈ ഒരു സംഭവം കേട്ടപ്പോഴാണ് ഞാൻ ആ ഹദീസിനെ കുറിച്ച് അടിച്ചു നോക്കിയത്. അപ്പോ ഈ സംഭവം എന്താണ്? ലൈസത്ത് മിൻ കലാമിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലാ മിൻ കലാമി അഹദിൻ മിൻ അസ്ഹാബിഹി. ഈ യഥാർത്ഥത്തിൽ ഇമാം ബുഖാരി പറഞ്ഞത് ഈ സംഭവം നബിയുടെ വാക്കല്ല, സ്വഹാബത്തിന്റെ വാക്കല്ല. അംർ ബിൻ മൈമൂൻ എന്ന് പറയുന്ന താബീകളിൽപ്പെട്ട ഒരാള്, അദ്ദേഹം ജാഹിലിയ കാലത്ത് ഉണ്ടായിക്കണോ, പിന്നെ ഇസ്ലാമിലേക്കും വന്നിട്ടുണ്ട്. അദ്ദേഹം സ്വഹാബിയല്ല. അദ്ദേഹത്തിന്റെ ഒരു ഉദ്ധരണി ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചതാണ്. അത് നബിയുടെ വാക്കായി പ്രവാചകൻ പറഞ്ഞതായി എടുത്തുദ്ധരിച്ചുകൊണ്ട് പിന്നെ വിമർശിക്കുന്നത്. അപ്പൊ
എത്രത്തോളം എന്തെങ്കിലും ഒന്ന് കിട്ടുന്നുവോ അത് മുഴുവനും പ്രവാചകന്റെ പേരിലാണ് കൊണ്ടെത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അങ്ങനത്തെ ഒരു വിഭാഗം. വേറൊരു വിഭാഗം ഉണ്ട്, അതിലേക്ക് തിരിയണില്ല. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ വീണകളിൽപ്പെട്ട ഒരു വീണ എനിക്ക് തന്നു എന്ന് പറഞ്ഞെന്താ? നല്ല ശബ്ദമാധുര്യം തന്നു. അതിനെ ഇവിടെ വീണയും അതുപോലെ തന്നെ ഹാർമോണിയൊക്കെ ദീനിന്റെ ഭാഗമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവര് തെളിവുദ്ധരിക്കാണ്. അന്ത്യനാളിന്റെ അടയാളം റസൂലുള്ള പറഞ്ഞില്ലേ, യശ്റബു നാസും മിൻ ഉമ്മത്തിൽ ഖംറ യുസമ്മൂനഹാ ബിഗൈരി ഇസ്മിഹാ വയളറബു അലാ റൂസിഹിം ബിൽ മഗാസിഫ്. തലക്ക് മുകളിൽ സംഗീതം വായിക്കുന്ന ഒരു കാലം വന്നാൽ അത് അന്ത്യനാളിന്റെ അടയാളമാണെന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു. പിന്നെ എവിടെങ്കിലും ഒരു മിസ്മാർ കണ്ടപ്പോ അത് വീണ വായിക്കാനാണെന്ന് പറഞ്ഞിട്ട് അതിനും ദുർവ്യാഖ്യാനം ചെയ്ത് മാത്രം അന്ത്യനാളിന്റെ അടയാളങ്ങളാണ് എന്ന് പറഞ്ഞ് ഒരുപാട് ഹദീസുകൾ അത് സംബന്ധമായില്ലേ. അതെല്ലാം മാറ്റിയിട്ട് അത് ഇസ്ലാമിന്റെ ഭാഗമാക്കി എന്ന് മാത്രമല്ല, അതുമായി നടക്കുന്നവരാണ് യഥാർത്ഥ മുസ്ലിമീങ്ങള് എന്ന് വരെ പറയാൻ തുടങ്ങി. അപ്പൊ ദുർവ്യാഖ്യാനാണ്. അല്ല ഇറക്കിയ രൂപത്തിലല്ലാതെ ഖുർആനിനെ വ്യാഖ്യാനിക്കുമ്പോൾ അതാണ് സമൂഹം നശിക്കാനുള്ള കാരണം. പിന്നെ പാല് എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞതുകൊണ്ട് പറയാണ്, അവരെന്താണ് യുഹിബ്ബൂനൽ ലബന ഫയദഊനൽ ജുമഅ വൽ ജമാഅതി വയബ്ദൂൻ. അന്ന് റസൂലുള്ളാഹിന്റെ കാലത്ത് ആടും ഒട്ടവും ഒക്കെ നോക്കിയിട്ട് അവര് അതിനെ നോക്കി മരുഭൂമികൾ താണ്ടി പോയിട്ട് ജുമഅയും ജമാഅത്തും ഇല്ലാതെ ദീനുമായി ബന്ധപ്പെടാൻ കഴിയാത്തൊരവസരം വരും. അങ്ങനെ അത് നാശത്തിന്റെ കാരണമാകുമെന്ന് ജീവിതമാർഗമായി ബന്ധപ്പെട്ടുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞതാ. അവരെ ബാധ്യകളിലേക്ക് പോകും, ജുമാ ജമാഅത്ത് ഉണ്ടാവില്ല. അത് അല്ല ഇവിടെ വിഷയം. ഖുർആനിനെ ദുർവ്യാഖ്യാനിക്കാണ്. അതിന്റെ ഓരോ ഉദാഹരണങ്ങളും നമുക്ക് പറയാനുണ്ട്. അതുകൊണ്ട് ഖുർആനിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് സമൂഹം പിഴച്ചു പോകുമ്പോ നമ്മുടെ മുമ്പിലുള്ളവരോടെങ്കിലും ഖുർആനിന്റെ യഥാർത്ഥ ആശയങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരെ സത്യത്തിലേക്ക് കൊണ്ടുവരാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരുപാട് വികലവാദങ്ങൾ അതിനു വേണ്ടി അച്ചാരം വാങ്ങി നടക്കുന്ന ആളുകളുണ്ട്. അതിനൊക്കെ ഉദാഹരണങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാൻ സലാമത്തിലായി ഹഖ് മനസ്സിലായി ജീവിക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. വ ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.